ഡിസംബർ 31, 1999. My dear Russia. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ലോകം മുഴുവൻ പുതുനൂറ്റാണ്ടിനെയും വർഷത്തെയും വരവേൽക്കുമ്പോൾ ഒരു രാജ്യം മാത്രം At the stroke of midnight, I am resigned. തകർച്ചയുടെ വക്കിലായിരുന്നു. അതെ, ഞാനിവിടെ പറയുന്നത് റഷ്യയുടെ കാര്യമാണ്. 9 വർഷം മുൻപ് തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നിരുന്നു. ഇപ്പോൾ റഷ്യയും പലതായി പിളരാൻ പോകുന്നു. റഷ്യൻ പ്രസിഡന്റ് തന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ നാഷണൽ ടെലിവിഷനിൽ വന്ന് റഷ്യൻ ജനതയോട് ഒരു കാര്യമാണ് പറഞ്ഞത്: ഐ ആം സോറി. I will be replaced by a new leader from a new generation who will do things better. Клянусь при осуществлении полномочий президента Российской Федерации ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിശാലിയായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് വ്ളാഡിമിർ പുടിൻ. തന്റെ ഒരു പ്രവൃത്തിയാൽ ന്യൂക്ലിയർ യുദ്ധം പോലും തുടങ്ങാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിയും. ഇദ്ദേഹം ഇത്ര വലിയ ദുഷ്ടനാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു ന്യൂക്ലിയർ യുദ്ധം തുടങ്ങിയില്ല? ഇന്ന് വെസ്റ്റേൺ മീഡിയ ദി മോസ്റ്റ് ഈവിൽ മെൻ എന്ന ടാഗാണ് പുടിൻ നൽകുന്നത്. വെസ്റ്റേൺ മീഡിയ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു സിംഗിൾ ലെൻസ് വ്യൂ മാത്രമാണ്. ഇതേ വില്ലൻ തന്നെയാണ് റഷ്യയെ ഡെപ്റ്റ് ഇക്കോണമിയിൽ നിന്നും 700 ബില്യൺസിന്റെ റിസർവ്സ് വരെ എത്തിച്ചത്. 30 വർഷങ്ങൾക്ക് മുൻപ് പട്ടിണിയും പരിവട്ടവും മാത്രമായിരുന്ന ഒരു രാജ്യം ഇന്ന് 90% പോവർട്ടിയെ റിമൂവ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയായിരുന്ന റഷ്യ ഇന്ന് ഇങ്ങനെയാണ്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ഒരാളിലേക്കാണ്. പുടിൻ്റെ ജനനം കോൾഡ് വാറിൻ്റെ സമയത്തായിരുന്നു. ഇവിടെ ചെസ്സിൽ തുടങ്ങി ഔട്ടർ സ്പേസ് വരെ USSRും USA തമ്മിൽ വളരെ മാരകമായ യുദ്ധം നടക്കുന്ന സമയം. ഇവിടെ പുടിൻ്റെ അച്ഛൻ തന്നെ സ്വയം വേൾഡ് വാർ 2 പങ്കെടുത്തിരുന്നു. നാസി ജർമ്മനിയെ തോൽപ്പിക്കാൻ അദ്ദേഹം USSRനെ ആ സമയത്ത് സഹായിച്ചിരുന്നു. നാസീസ് ലെനിൻഗ്രാഡ് ക്യാപ്ചർ ചെയ്തപ്പോൾ പുടിൻ്റെ 2 സഹോദരങ്ങളെ അവർ കൊലപ്പെടുത്തി. പലർക്കും ഇന്നും അറിയാത്തൊരു കാര്യമുണ്ട്: നാസി ജർമ്മനിയെ അന്ന് തോൽപ്പിച്ചത് USA അല്ല, മറിച്ച് USSR ആണ്. ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്, ഓപ്പറേഷൻ ബാർബറോസ. ഇങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാകും. പുടിൻ തന്റെ മാതാപിതാക്കളുടെ വേൾഡ് വാറിന് ശേഷം ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ്. ഹൈറ്റിൽ വളരെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതലേ തന്നെ ഇദ്ദേഹത്തെ ആളുകൾ ബുള്ളി ചെയ്യുമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നാസി ജർമ്മനിയെയും വെസ്റ്റേൺ ഇമ്പീരിയലിസത്തെ പറ്റിയും അദ്ദേഹം കേട്ടിരുന്നു. USSRന്റെ പുതിയ തലമുറയിലെ അംഗം കൂടിയായിരുന്നു പുടിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രക്തത്തിൽ മത്സരബുദ്ധി കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. അതിനാൽ തന്നെ സെന്റ് പീറ്റേഴ്സിൽ നിന്നും ലോയിൽ അദ്ദേഹത്തിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. ചെറുപ്പകാലം മുതലേ സ്പൈ മൂവീസിനോട് വളരെ താല്പര്യം കാണിച്ച ഇദ്ദേഹം പിന്നീട് KGB ജോയിൻ ചെയ്യുന്നു. 1975 പുടിന്റെ ആദ്യ പോസ്റ്റിംഗ് തന്നെ നടക്കുന്നത് ഈസ്റ്റ് ജർമ്മനിയിലാണ്. 1975 ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് തന്നെ USSRന് വേണ്ട എല്ലാ രഹസ്യ നീക്കങ്ങളും ഇദ്ദേഹം നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെ 9th നവംബർ 1989 ബെർലിൻ വാർ വീഴുന്നു. അതിനെ തുടർന്ന് ജർമ്മനി യുണൈറ്റഡ് ആകുന്നു. USSR ഈസ്റ്റ് ജർമ്മനിയുടെ ഏത് ഭാഗമാണോ കൈവശം വെച്ചിരുന്നത് അതങ്ങനെ അവരിൽ നിന്ന് നഷ്ടമാകുന്നു. മറുവശത്ത് KGBയുടെ സീക്രട്ട് ഫയൽസ് പുടിൻ കത്തിക്കുകയായിരുന്നു. എന്തായിരുന്നു USSRന്റെ പ്ലാൻ എന്ന് വെസ്റ്റിന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. തുടർന്ന് 1991 USSR കൊളാപ്സ് ആവുകയും പുടിൻ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം ഒരു കിങ് ആയിരുന്നില്ല, മറിച്ച് കിങ് മേക്കർ ആയിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെയും റീജിയണൽ ഗവൺമെന്റിന്റെയും ഇടയിൽ ഒരു ലിങ്ക് ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. റഷ്യ പല ഭാഗങ്ങളായി പിളരരുത്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നീട് അദ്ദേഹം ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ഹെഡ് ആകുന്നു. ഇത് KGBയുടെ സക്സസർ ഓർഗനൈസേഷൻ കൂടിയായിരുന്നു. അതായത് മോഡേൺ ഡേ റഷ്യയുടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ടറിഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു പുടിൻ. അതിപ്പോൾ കോൾഡ് വാർ ആണെങ്കിലും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണെങ്കിലും സ്പൈ ഏജൻസിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നതാണെങ്കിലും യൂണിഫിക്കേഷൻ ഓഫ് റഷ്യ ആണെങ്കിലും ഈ പ്രശ്നങ്ങളുടെ എല്ലാം കോമ്പിനേഷൻ വാസ്തവത്തിൽ പുടിനെ റഷ്യയുടെ വരുംകാല നേതാവാകാൻ പാകപ്പെടുത്തിയെടുത്തു. ഇതേ സമയം തന്നെ റഷ്യ മറ്റൊരു കാറ്റസ്ട്രോഫിയിലൂടെ കടന്നു പോവുകയായിരുന്നു. USSR ഒരു സൂപ്പർ നേഷനായിരുന്നു. ലോകത്തിലെ 1/6 ലാൻഡ് മാസും ഇവരായിരുന്നു അന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 28 കോടിയായിരുന്നു അന്നത്തെ USSRന്റെ പോപ്പുലേഷൻ. ലോകത്തിലെ തന്നെ 3rd മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി. ലോകത്തിലെ 24 ടൈം സോണിൽ 11 USSRന്റെ പക്കലായിരുന്നു ആ സമയത്ത്. 25 ഡിസംബർ 1991 അവസാനമായി USSRന്റെ ഫ്ലാഗ് ഉയരുന്നത്. സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു: USSR പൊളിറ്റിക്കലി, ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി വളരെ വലിയ ക്രൈസിസിലൂടെ കടന്നു പോവുകയായിരുന്നു. യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയായിരുന്നു.
ഈ കണ്ടീഷനുകളെല്ലാം ഒത്തുചേർന്നപ്പോൾ USSR എന്നേക്കുമായി ഡിസോൾവ് ആയി. അങ്ങനെ ഒരു രാജ്യമായിരുന്ന USSR 15 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇവിടെ ചില രാജ്യങ്ങൾ വെസ്റ്റേൺ അലൈസായി മാറി, ലൈക്ക് യുക്രൈൻ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വേനിയ. മറ്റു ചില രാജ്യങ്ങൾ ചൈനീസ് അലയായി മാറി, ലൈക്ക് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. പിന്നീട് അവശേഷിച്ച മറ്റു ചില രാജ്യങ്ങൾ ഇന്നും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി നേരിടുന്നു. ഇങ്ങനെ യുണൈറ്റഡ് USSRന്റെ ഐഡന്റിറ്റി എന്നേക്കുമായി ഇല്ലാതായി. 1991 USSRന്റെ വീഴ്ച 20ാം നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ കാറ്റോസ്ട്രോഫിക് ഇവന്റ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം മോശമായൊരവസ്ഥയിലേക്കാണ് റഷ്യ കൂപ്പുകുത്തിയത്. അതായത് 1991 മുൻപ് എനർജി, മൈനിങ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വലിയ വലിയ കമ്പനികളെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ 1991 കൊളാപ്സിന് ശേഷം ഗവൺമെന്റിന് ഈ സെക്ടേഴ്സിനെ എല്ലാം പ്രൈവറ്റൈസ് ചെയ്യേണ്ടതായി വന്നു. ഈ ഒരു പ്രവൃത്തിയിലൂടെ റഷ്യയിൽ ഒളിഗാർക്കുകളുടെ ജന്മമാണ് ഉണ്ടായത്. പതിയെ പതിയെ സ്വകാര്യ വ്യക്തികൾ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറുകൾ കൺട്രോൾ ചെയ്തു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇവർ തന്നെയാണ് റഷ്യയുടെ പൊളിറ്റിക്സും കൺട്രോൾ ചെയ്തു തുടങ്ങിയത്. ഈ കാലഘട്ടങ്ങളിലെ റഷ്യൻ പ്രസിഡന്റായ ബോറിസ് യെൽസൺ വളരെ വീക്കായ ഒരു പ്രസിഡന്റ് ആയിരുന്നു. റഷ്യൻ ജനത ഇദ്ദേഹത്തെ വെസ്റ്റേൺ പപ്പറ്റ് എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. റൂബൽ ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. റഷ്യ $40 ബില്യൺ ഡെപ്റ്റിലായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. മാരകമായ ദാരിദ്ര്യവും ബേസിക് ഫെസിലിറ്റീസ് പോലും ആളുകൾക്ക് കിട്ടാത്തൊരവസ്ഥയും. വൈൽഡ് 90s എന്നാണ് ഇക്കാലത്തെ റഷ്യൻ ജനത വിശേഷിപ്പിക്കുന്നത്. റഷ്യൻ ജനതയ്ക്ക് ഒരു ശക്തനായ നേതാവിന്റെ ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ള റഷ്യയുടെ അവസ്ഥയെ എന്നേക്കുമായി മാറ്റി ഒരു നവോത്ഥാനമായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. 1991 ക്രൈസിസ് പുടിനെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നു. മോഡേൺ റഷ്യയിലെ ക്രൈസിസ് കണ്ട യെൽസൺ പുടിനെ പ്രൈം മിനിസ്റ്ററായി അപ്പോയിന്റ് ചെയ്യുന്നു. റഷ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അനുസരിച്ച് പ്രസിഡന്റിന് താഴെയാണ് പ്രൈം മിനിസ്റ്റർ വരിക. അതായത് KGB ഏജന്റിൽ നിന്നും ടോപ്പിലെത്താൻ വെറും ഒരു സ്റ്റെപ്പ് താഴെയായിരുന്നു പുടിൻ. ഇദ്ദേഹം ഓഫീസ് ജോയിൻ ചെയ്ത ഒരു മാസത്തിനു ശേഷം സെപ്റ്റംബർ 1999 മോസ്കോയിൽ പെട്ടെന്ന് ബോംബിംഗ് നടക്കാൻ തുടങ്ങി. ഒരു മാസം തന്നെ 1ലധികം ബോംബിങ്ങുകൾ, ഏകദേശം 300ലധികം ആളുകൾ മരണപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങളായിരുന്നു അവരുടെ ടാർഗറ്റ്. ഭയത്തോടെയാണ് റഷ്യൻ ജനത അന്ന് ജീവിച്ചത്. റഷ്യൻ ജനതയുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ടെലിവിഷനിൽ വന്ന് അദ്ദേഹം വളരെ വലിയ തോതിൽ സ്പീച്ചുകൾ നടത്തി. മറ്റു വീക്ക് ലീഡേഴ്സ് കൊടുത്ത പ്രോമിസുകൾ പോലെ ആയിരുന്നില്ല പുടിന്റെ പ്രോമിസ് എന്നത്. അദ്ദേഹം വളരെ വലിയ തോതിൽ പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചെയ്തു കാണിച്ചു. ബോംബിങ്ങുകൾ നടക്കുന്നതിന് മുൻപ് റഷ്യയിൽ വെറും 2% ആളുകൾ മാത്രമായിരുന്നു ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത് 55% മാറി. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കാണിച്ചതാണ്. ടെററിസ്റ്റുകൾക്കെതിരായി വളരെ വലിയ തോതിലുള്ള മിലിറ്ററി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. പുടിൻ ഒരു സ്ട്രോങ് ലീഡറായിരുന്നു. ഏത് കാര്യത്തെയും വളരെ സ്ട്രോങ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ രീതി ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. അങ്ങനെ പുടിന്റെ പോപ്പുലാരിറ്റി കൂടുകയും യെൽസന്റെ പോപ്പുലാരിറ്റി കുറയുകയും ചെയ്തു. റഷ്യ പല ഭാഗങ്ങളായി വീണ്ടും ഡിവൈഡ് ആകുന്നതിന് മുൻപ് തന്നെ റഷ്യൻ പ്രസിഡന്റ് റിസൈൻ ചെയ്യുകയും പുടിൻ പുതിയ പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്തു. റഷ്യയുടെ പുതിയ സാറായ പുടിൻ ലോക പ്രശസ്തനായി തുടങ്ങി. എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തെ വരവേറ്റു. പുടിന്റെ ലീഡർഷിപ്പിൽ അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ റഷ്യ റീസെറ്റ് ചെയ്തു. പതിയെ പതിയെ റഷ്യയുടെ നല്ല ദിവസങ്ങൾ വരാൻ തുടങ്ങി. റഷ്യ ഇവിടെ ഏറ്റവും പ്രധാനമായി സഹായിച്ചത് ഓയിൽ തന്നെയായിരുന്നു. 1999 ഒരു ബാരൽ ഓയിലിൻ്റെ പ്രൈസ് എന്നത് $10 ആയിരുന്നു. പിന്നീട് 2008 കൂടി ഇത് $150 മാറി. പതിയെ പതിയെ റൂബൽ ശക്തമാവാൻ തുടങ്ങി. ആളുകളുടെ പോക്കറ്റിൽ പണം വന്നു തുടങ്ങി. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് പരിശോധിക്കൂ. ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകം ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിച്ചു. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൂടി. മെച്ചപ്പെട്ട വേതനം ലഭിച്ചു തുടങ്ങി. ലോവർ ക്ലാസ്സിൽ നിന്നും ആളുകൾ മിഡിൽ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡായി. മെച്ചപ്പെട്ട ജീവിതവും നീണ്ട ആയുർദൈർഘ്യവും ഇതായിരുന്നു പുടിൻ വാഗ്ദാനം ചെയ്തത്. പ്രസിഡന്റായ തൽക്ഷണം തന്നെ പുടിൻ ടാക്സുകൾ കുറച്ചു. വെറും 13% മാത്രം ടാക്സ് ആക്കി മാറ്റി. എല്ലാ ഡെവലപ്ഡ് നേഷനുകളിലും ഏകദേശം ടാക്സ് 50% റഷ്യയിൽ മാത്രം വെറും 13%. കുറച്ച് കാലഘട്ടം മുൻപ് വരെ റഷ്യയുടെ പൊളിറ്റിക്സിനെ കൺട്രോൾ ചെയ്തിരുന്ന ഒളിഗാർക്കുകളെ പുടിൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇവരെ പൊളിറ്റിക്സിൽ ഇന്റർഫെയർ ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചില്ല. മറിച്ച് ഇവരെ പുടിൻ ഭരിച്ചു തുടങ്ങി. റഷ്യയുടെ വ്യത്യസ്തങ്ങളാർന്ന സ്റ്റേറ്റുകളിൽ മുൻപ് നടന്നുകൊണ്ടിരുന്ന ഇൻഡിപെൻഡന്റ് ഇലക്ഷനുകളെ ഇദ്ദേഹം ബാൻ ചെയ്തു. റഷ്യൻ സ്റ്റേറ്റുകളിൽ ചീഫ് മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഗവർണേഴ്സിനെ ഇദ്ദേഹം ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്തു തുടങ്ങി. റഷ്യയിൽ ലിബറൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഐഡിയകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ഡെമോക്രസി ആണെങ്കിൽ റഷ്യ ഉറപ്പായും പലതായി വിഭജിക്കപ്പെടും. അത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പുടിൻ ഒരിക്കലും ഒരു ലിബറൽ യൂണിക്കോൺ ഐലൻഡ് പ്രോമിസ് ചെയ്തിരുന്നില്ല. ഒരു സെഞ്ചുറി മുൻപുണ്ടായിരുന്ന സാർ തന്നെയായിരുന്നു പുടിൻ.
അതെ, ഇദ്ദേഹം ഒരു വെർട്ടിക്കൽ ലൈൻ പവർ സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്തത്. ഇത്രയും വലിയൊരു ലാൻഡ് മാസിനെ കൺട്രോൾ ചെയ്യാനും ഗ്രോ ചെയ്യിക്കാനും അദ്ദേഹം മോഡേൺ ഡേ സാറായി മാറുകയായിരുന്നു. റഷ്യയിൽ ഇന്ന് പുടിന് പോപ്പുലർ സപ്പോർട്ടും മിലിറ്ററി സപ്പോർട്ടും ഒളിഗാർക്കുകളുടെ സപ്പോർട്ടും കൂടാതെ ചർച്ച് സപ്പോർട്ടുമുണ്ട്. നിങ്ങൾക്ക് പുടിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാം. ഒപ്പോസ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ ജയിലിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ. അൺസ്റ്റേബിൾ റഷ്യയെ സ്റ്റേബിൾ ആക്കുക, അതായിരുന്നു പുടിന്റെ പ്രോമിസ്. അതുപോലെ ഡെലിവർ ചെയ്യാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. വെസ്റ്റിന് മുന്നിൽ പതറാതെ റഷ്യയെ പുനർനിർമ്മിക്കാൻ പുടിന് സാധിച്ചു. ഫെബ്രുവരി 24, 2022 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ ഇൻവേഡ് ചെയ്യുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിനൊരു ചിന്തയുണ്ടായിരുന്നു, ഇനി ഒരിക്കലും യുദ്ധം നടക്കില്ല. എന്നാൽ ഓൾറെഡി റഷ്യയെ സ്റ്റേബിൾ ആക്കിയ പുടിന്റെ ലക്ഷ്യം ഇനി USSRനെ തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. അതെ, തങ്ങളിൽ നിന്നും നഷ്ടമായിട്ടുള്ള ടെറിട്ടറികളെ തിരിച്ചു പിടിക്കുക, USSRന്റെ പവർ റീഗെയിൻ ചെയ്യുക. പുടിൻ നടത്തുന്ന ഈ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ അങ്ങനെ യൂറോപ്പ് തീരുമാനിക്കുന്നു. ഇവിടെ അവർ ഉപയോഗിക്കുന്ന വെപ്പൺ സാങ്ഷൻസ് തന്നെയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ റഷ്യൻ റിസർവ്സ് അവർ ഫ്രീസ് ചെയ്യുന്നു. റഷ്യയുമായുള്ള ട്രേഡ് നിർത്തുന്നു. കൂടാതെ വ്യത്യസ്തങ്ങളാർന്ന അമേരിക്കൻ കമ്പനികൾ റഷ്യയിൽ നിന്നും എന്നേക്കുമായി പ്രവർത്തനം നിർത്തിപ്പോകുന്നു. 1991 എങ്ങനെയായിരുന്നു റഷ്യ ഉണ്ടായിരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് റഷ്യയെ കൊണ്ടുവരിക. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. യൂറോപ്പിന് പകരം റഷ്യയുടെ ചങ്ങാതിയായി മാറിയത് ചൈനയാണ്. ഇരു രാജ്യങ്ങളുടെയും ട്രേഡ് $200 ബില്യൺ മുകളിലായി. ചൈനയ്ക്ക് റഷ്യ തുച്ഛമായ വിലയിൽ ഓയിൽ നൽകി. ചൈന യൂറോപ്പിൽ നിന്നും ഇതിനു മുൻപ് റഷ്യയ്ക്ക് ലഭിച്ചിരുന്ന എല്ലാ സാധനങ്ങളും മാനുഫാക്ചർ ചെയ്തു നൽകി. സരളമായ ഭാഷയിൽ പറഞ്ഞാൽ ചൈനയും റഷ്യയും ചേർന്ന നാറ്റോയുടെ എക്സ്പാൻഷൻ വളരെ വേഗത്തിൽ കുറച്ചു. ചരിത്രം ഒരുപക്ഷെ 80 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ യുദ്ധം നടത്തിയ ഒരു വ്യക്തിയായിട്ടായിരിക്കാം പുടിനെ കാണുക. എന്നാൽ റഷ്യയുടെ കണ്ണിലൂടെ കണ്ടാൽ ഈ ഒരു യുദ്ധം വളരെ അത്യാവശ്യമായ ഒന്നായിരുന്നു. നാറ്റോയുടെ എക്സ്പാൻഷൻ കുറയ്ക്കുക, റഷ്യയുടെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കുക. ഞാനൊരിക്കലും യുദ്ധത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ പുടിൻ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ശരിയാണെന്ന് പറയുകയുമല്ല. മറിച്ച് വെസ്റ്റേൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും മാറി റഷ്യയുടെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. റഷ്യ എങ്ങനെ വെല്ലുവിളികളെ അതിജീവിച്ചു, തകർന്നടിഞ്ഞ റഷ്യയെ എങ്ങനെ പുടിൻ കൈപിടിച്ചുയർത്തി. റഷ്യയെ പറ്റിയും പുടിനെ പറ്റിയും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ എനേബിൾ ചെയ്യാനും പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നതേയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.